മധുരം മാംഗല്യം ഭാഗം 8. രചന അവതരണം നിള കാർത്തിക. അവളെ ഞങ്ങൾ മോളായി തന്നെയാണ് വളർത്തിയത്. പക്ഷേ വിജയേട്ടനോളം വലുതായിരുന്നില്ല അവൾ എനിക്ക്. കുറച്ചെങ്കിലും എൻ്റെ വിജയേട്ടനോട് അവൾക്ക് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആൾക്ക് ഈ വിധി വരില്ലായിരുന്നു. എല്ലാം തകർത്തത് അവൾ തന്നെയാണ്. പക്ഷേ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അവരൊരു തേങ്ങലോടെ മേശയിലേക്ക് തന്നെ മുഖം ചായച്ചു കഴിഞ്ഞിരുന്നു. മകളെപ്പോലെയാണ് കണ്ടിട്ടുള്ളത്. എങ്കിലും മനസ്സിൻ്റെ കോണിൽ സ്വന്തം അല്ലല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ വിജയേട്ടൻ എന്നും അവളെ സ്വന്തം മകളെ തന്നെയാണ് കണ്ടത്. പുറമേ അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും ഇത്ര വർഷമായിട്ടും തന്നെക്കൊണ്ടതിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും ഇഷ്ടമാണ് മഹയെ. കാരണം അവൾ നല്ലൊരു മകൾ തന്നെയായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ അവളെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അവിടെ കൂടെ നിൽക്കാൻ പൂർണ്ണമായി തന്നെക്കൊണ്ടും കഴിയുന്നില്ലല്ലോ. അതെ, ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് എല്ലാവരും അറിഞ്ഞു. അല്ലെങ്കിൽ കണ്ടവനുണ്ടായ അനാഥ പെണ്ണെ സ്വന്തമാണെന്ന് കരുതില്ലായിരുന്നു. ആരുടെയോ സംസാരമാണ് അനിലയെ ചിന്തയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്നത്. അതല്ല, ആർക്കും ഉണ്ടായ ഈ പെണ്ണിനെയാണല്ലോ മംഗലത്തെയാണെന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നടന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ മാത്രം വിജയം മണ്ടത്തരം കാണിച്ചില്ല. പെണ്ണിൻ്റെ പേര് സ്വത്തൊന്നും എഴുതി വെച്ചില്ല. അല്ലായിരുന്നെങ്കിലോ? ഒരു കുഴപ്പവുമില്ലാതിരുന്ന വിജയൻ മരിക്കാൻ പോലും കാരണം ഈ പെണ്ണാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇനിയും വെച്ച് പൊറുപ്പിക്കരുത് അവളെ. എന്നാലും പൂർണ്ണമായി അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ഉണ്ടാക്കിയെടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം ആ പെണ്ണിൻ്റെ ഇവരുടെ പേരിലല്ലേ. പിന്നെ നാട് മുഴുവൻ അറിയാം. എങ്കിലും ആ നശൂലത്തിനെ അധികം അടുപ്പിക്കാനൊന്നും പോകണ്ട. നല്ലൊരു ദിവസം തന്നെ ഒരു മരണമാണ് നടന്നിരിക്കുന്നത്. മാലതിയുടെ സഹോദരൻ പറഞ്ഞു നിർത്തിയത് വല്ലാത്തൊരു പകപ്പോടെ നിൽക്കുന്ന മഹായുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. എന്താ? പകച്ചു വെപ്രാളപ്പെട്ടു പോയൊരു ശബ്ദമാണ് വെളിയിലേക്ക് വന്നത്. എന്തൊക്കെയോ മനസ്സിലായ അവളുടെ കണ്ണിൽ നിന്ന് ചൂട് കണ്ണീർ ഒഴുകുമ്പോൾ കൺമുമ്പിൽ നടക്കുന്ന പലതും വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ പിടഞ്ഞു മാറിയത് തന്നെ നോക്കി നിൽക്കുന്ന എല്ലാവരിലൂടെയും പോയിരുന്നു. അമ്മേ, എന്താ? ഓടിച്ചെന്ന് മുട്ടുകുത്തിയിരുന്ന അനിലയുടെ ഇരു കൈ കൂട്ടിപ്പിടിച്ചു മഹ. മുഖം കുനിച്ച് അവരിയ്ക്കുമ്പോൾ വല്ലാത്തൊരു നോവ് അവരിലും ഉണ്ടായിരുന്നു. മഹാ, വിജയേട്ടൻ്റെ പെട്ടെന്നുള്ള മരണത്തിന് കാരണം നീയാണ്. ഒരുത്തനെ മുറിയിൽ വിളിച്ചു വരുത്തി എന്നാൽ കല്യാണം നടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചില്ല. വിജയൻ്റെ മരണത്തിന് കാരണം അതാണ്. ഞാനെന്ത് ചെയ്തു എന്നാ സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. താരേച്ചിയാണ്. എണ്ണം കെട്ടവളെ, നിൻ്റെ തെറ്റ് എൻ്റെ കൊച്ചിൻ്റെ തലയിൽ വയ്ക്കാൻ നോക്കുന്നു. അല്ലേലും നീ അങ്ങനെ ചെയ്യും. കാരണം ആർക്കോ പിഴച്ചുണ്ടായി നിന്ന് ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ? സുഭാഷ് അവളെ തല്ലാനായി കൈ ഓങ്ങി വന്നു. അപ്പോഴും അമ്മയുടെ കൈ വിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നവരുടെ ഉടലൊന്ന് വിറച്ചു. കല്യാണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞ് മക്കൾ ഉണ്ടാകാതെ വന്നപ്പോൾ നിന്നെ എവിടെ നിന്നോ മേടിച്ചതാണ്, അതും തുക കൊടുത്ത്. ശബ്ദം പോലും ആരുടേതാണെന്ന് തിരിച്ചറിയാൻ മഹായ്ക്ക് കഴിഞ്ഞില്ല. അപ്പോഴും അനിലയുടെ കൈ വിടാതെ ഒരു ബലത്തിൽ നിന്ന പോലെ പിടിച്ചിരുന്നു അവൾ. മതി, എന്തൊക്കെയായി പറയുന്നേ? നിർത്താമോ? കാർത്തി നടുവിലായി വന്നു നിന്ന് പറയുന്നതിനൊപ്പം അവളുടെ കയ്യിൽ പിടിച്ചു. മഹാ, എഴുന്നേൽക്ക്, നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോവാം. കാർത്തിക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി. തങ്ങളുടെ മുമ്പിലിരിക്കുന്നവരുടെ അവസ്ഥ മറ്റാരെക്കാളും അറിയാം. അതുകൊണ്ട് തന്നെ മഹാ വന്നേ. 4 പേരും ഒരേപോലെ വിളിച്ചു അവളെ. ഇല്ല. അമ്മയുടെ കൈവിട്ട് കൊണ്ടവൾ എഴുന്നേറ്റു. ഇരു കൈ വിടർത്തി മുഖം അമർത്തി തുളച്ചു. ഇതൊക്കെ എനിക്കറിയാവുന്ന സത്യങ്ങളാണ്. ഈ മഹാലക്ഷ്മി കഴിഞ്ഞുപോയ 2 വർഷങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചത്. അതെന്തായാലും ഇപ്പോഴെങ്കിലും എല്ലാവരും അറിഞ്ഞല്ലോ. സന്തോഷം. അപ്പോഴും തളരാതെ വീറോടെ പറയുമ്പോൾ ഇത്തവണ ഞെട്ടിയത് മറ്റുള്ളവരായിരുന്നു. അനില ഞെട്ടിലോടെ മഹായെ നോക്കി. ഇവൾക്കറിയാമായിരുന്നോ ഞാൻ അനാഥയാണെന്ന് അറിയുന്നതിന് മുമ്പും? അറിഞ്ഞിട്ടും ഈ കുടുംബത്തിലുള്ളവർ എൻ്റെയും കൂടിയായിരുന്നു. ഇപ്പോഴും എൻ്റെയാ. വല്ലാതെ അഹങ്കരിച്ചിരുന്നു ഞാൻ. തന്നെ തുറിച്ച് നോക്കി കേട്ടുകൊണ്ട് നിൽക്കുന്നവരെ എല്ലാവരും നോക്കിയാൽ പറയുമ്പോൾ പല മുഖഭാവങ്ങളും മാറിയിരുന്നു. ഈ കുടുംബം എൻ്റെയാണെന്ന് കണ്ടതുകൊണ്ടാണ് താരേച്ചി ചെയ്ത തെറ്റിൻ്റെ തലയിൽ വന്നു വീണത്. അവളൊന്ന് നിശ്വാസം എടുത്തുകൊണ്ട് എല്ലാവരെയും നോക്കി. എൻ്റെ അച്ഛൻ, അമ്മ, ചെറിയച്ഛൻ, ചെറിയമ്മ, ദേവേട്ടൻ, അല്ലു, എല്ലാവരും. പക്ഷെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ എൻ്റെ അച്ഛൻ്റെ മരണം വരെ വേണ്ടി വന്നു. അമ്മ പോലും. അവളൊന്ന് ചിരിച്ച് പരാജയപ്പെടുന്നത് ആ 4 പേർക്ക് മാത്രം മനസ്സിലായി. എന്നെ ഒഴിവാക്കാൻ ഒരു കാരണം നോക്കിയിരുന്ന പോലെ എന്നെ കൂട്ടത്തോടെ ആക്രമിക്കുന്നു. പക്ഷെ എനിക്ക് സങ്കടമില്ല കേട്ടോ. അച്ഛൻ പോയപ്പോൾ തന്നെ ഇങ്ങനെയൊന്ന് ഈ മഹാ പ്രതീക്ഷിച്ചു. അപ്പോഴെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഈ അഹങ്കാരം കാണിച്ച് നടന്നത്. അവൻ്റെ അവസാന ആഗ്രഹം പോലും നടത്തിക്കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞോ? അവളുടെ ഒരു സ്നേഹം ദേവൻ പുച്ഛത്തോടെ പറയുമ്പോൾ മഹാ ചിരിച്ചു.
അങ്ങനെ തോറ്റു കൊടുക്കാൻ മനസ്സില്ലായിരുന്നു മഹായ്ക്ക്. ഇപ്പോഴും ആ മനസ്സ് തന്നെയാണ്. നിങ്ങൾ ഇറക്കി വിടുന്നതിന് മുമ്പ് ഈ മഹ ഇറങ്ങും ഈ വീട്ടിൽ നിന്നും. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കർമ്മം കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്നും വേണ്ട. ചോദിച്ചു വരില്ലേ മഹ? പോരെ? പറയുകയും എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് നടക്കുമ്പോൾ കരച്ചിലുകൾ വെളിയിലേക്ക് വരാതിരിക്കാൻ ശ്രമത്തിൻ്റെ ഫലമെന്നോണം ചുണ്ടുകൾ കൂട്ടിക്കടിച്ചു പിടിച്ചു അവൾ. ഈ സമയം സച്ചിയുടെ വീട്ടിൽ പശുവിനുള്ള പോത ചെത്തി പഴയ ലൂണ വണ്ടിയിൽ കെട്ടിവെച്ചു. തലയിൽ കെട്ടിയിരിക്കുന്ന തോർത്തിനെ കുടഞ്ഞെടുത്ത് മുഖവും കഴുത്തും നെഞ്ചും അമർത്തി തുടച്ചു. വണ്ടിയിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് കനാൽ വഴിയിലൂടെ കുറച്ച് വേഗതയിൽ വരുന്നവനെ കാണുന്നു. നീ എന്താടാ ഇത്ര വെളുപ്പിന്? നിൻ്റെ വണ്ടി എന്തിയേ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞത് ജിനീഷ് ഹാൻഡിൽ പിടിച്ചു നിർത്തി. എടാ, ആ പെണ്ണ് മംഗലത്തി അല്ലെന്ന്. ഏത് പെണ്ണ്? അവൻ അലസമായി ചോദിച്ചു. കാമുകിയെ കടത്തിക്കൊണ്ട് വരാൻ പോയിട്ട് ഒരുത്തിയുമായി മുറിയിൽ കയറി ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയില്ല. അവളുടെ കാര്യമാണ് പറഞ്ഞത്. അവളുടെ കാര്യങ്ങൾ നീ പറഞ്ഞു പോകരുത്. ആ പെണ്ണിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വിറഞ്ഞു കയറും. ഏത് നേരത്താണോ എനിക്ക് ആവശ്യമില്ലാത്തത് തോന്നിയത്. അവൻ വണ്ടിയിൽ നിന്നിറങ്ങി സ്റ്റാൻഡിൽ വെച്ചു. എടാ സച്ചി, നീ ചെയ്ത തെറ്റ് ആ പെണ്ണിൻ്റെ തലയിൽ മാത്രമായി വെക്കരുത്. തൻ്റെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകരുതെന്ന് വിചാരിച്ചല്ലേ ആ പെണ്ണ് അങ്ങനെയൊക്കെ ചെയ്തത്. അതിനെ കുറ്റം പറയാൻ പറ്റില്ല. അല്ല, അതുകൊണ്ട് നിനക്ക് ലാഭമല്ല നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. ജിനീഷ് പറഞ്ഞത് ഗർവിച്ചൊന്ന് നോക്കിയവൻ. എടാ, ആ താരയെപ്പോലുള്ള ഒരുത്തി നിന്റെ ജീവിതത്തിൽ എങ്ങാനും വരികയാണെങ്കിൽ നിൻ്റെ കുടുംബം കലക്കിയവൾ മീൻ പിടിച്ചേനെ. ജിനീഷ് പറയുമ്പോൾ ശരിയാണെന്ന് തോന്നിയതും പിന്നെ ഒന്നും മിണ്ടാതെ നിന്നു. നീ എന്താ പറയാൻ വന്നത്? എന്ത്? ആ പെണ്ണിൻ്റെ കാര്യം, ആ മഹായുടെ. അത്ര താല്പര്യമില്ലാതെയാണ് പറഞ്ഞതെങ്കിലും അറിയാനുള്ളൊരാഗ്രഹം എന്തുകൊണ്ടോ സച്ചിയിലുണ്ടായിരുന്നു. ഓ, വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. നമ്മുടെ സാലിച്ചേച്ചി അറിയുമോ നീ? ഏത്? കുരിശുമുടുത്തയോ? അല്ല, ആ കളരിക്കലെ സണ്ണിച്ചേട്ടൻ്റെ. ഓ, അവർക്കെന്താ? ചെറുതായൊന്ന് ക്ഷമ കെട്ട പോലെ അവനെ നോക്കി പേടിപ്പിച്ചു സച്ചി. അവർക്കൊന്നുമില്ല, അവരല്ലേ മംഗലത്ത് ജോലിക്കാരി. നീ ഈ വിഷയത്തിൽ കിടക്കടാ, എനിക്ക് ചെന്നിട്ട് തൊഴുത്ത് കഴുകേണ്ടതാ. പിൻകൈ വീശുന്നു സച്ചി. അത് ആ പെണ്ണ് ബീച്ചേട്ടൻ്റെയും അല്ലേച്ചിയുടെയും മോളല്ല എന്ന്. എവിടെ നിന്നോ ദത്തെടുത്തതാണെന്നോ കാശ് കൊടുത്ത് മേടിച്ചതാണെന്നോ ഒക്കെ പറയുന്നു. ആർക്കറിയാം? ജിനീഷ് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തത് എന്തോ കേട്ടതുപോലെ അവനെ തുറച്ചു നോക്കി. വേണ്ടാതിന് പറയുന്നോടാ പന്നി. ആഹാ, നീ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആരുടെങ്കിലും വിളിച്ചു ചോദിച്ചോ? നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ടടാ എന്നുള്ള രീതിയിൽ പോയ രണ്ടെണ്ണം വലിച്ചെടുത്ത് വായിൽ വെച്ച് കടിച്ചു നിന്നു എൽദോ. സത്യമാണോടാ? പിന്നെ നുണ പറഞ്ഞിട്ട് എനിക്കെന്ത് മെഡൽ കിട്ടുമല്ലോ. ഇതുള്ളത് തന്നെയാണ്. ആ പെണ്ണിനെ എല്ലാവരും കൂടി ഇന്നലെ വറച്ചട്ടിയിൽ വറുത്തു എന്നാണ് കേട്ടത്. എന്തിനേറെ പറയുന്നു, അനിലേച്ചി പോലും തള്ളിക്കളഞ്ഞെന്ന്. നീ എന്തോന്നും തേങ്ങയായി പറയുന്നേ? കണ്ട കുശുമ്പും പറഞ്ഞ് നടക്കുന്നവരുടെ വാക്കും കേട്ട് കോപ്പ് പറയാൻ വന്നിരിക്കുന്നു. പോയേ, എനിക്ക് വേറെ പണിയുണ്ട്. എടാ സത്യമാ കുട്ടാ, പക്ഷേ ആ പെണ്ണൊന്നും ഒന്നൊന്നര പെണ്ണാണ്. അവൾ 4 കാലിലാണ് താഴെ വീണത്. തെളിച്ച് പറയടാ. എടാ, ആ പെണ്ണിനെ അറിയാമായിരുന്നുവെന്ന്, താൻ അനാഥയാണെന്ന്. ജിനീഷ് പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ കേട്ട പകപ്പി തന്നെയായിരുന്നു സച്ചി. ഇപ്പോഴും അയാൾക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. ഒരു കുഞ്ഞു മുഖം. നാടൊന്നാകെ വിളിച്ച പേരിടൽ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ അത്ഭുതത്തോടെ നോക്കിയൊരു പിങ്ക് നിറമുള്ള കുഞ്ഞിൻ്റെ മുഖം. കയ്യിലും കഴുത്തിലും കാലിലുമൊക്കെ എടുത്താൽ പൊങ്ങാത്ത സ്വർണ്ണമിട്ട വിജയേട്ടൻ്റെ വർഷങ്ങളുടെ കാത്തിരിപ്പിലുണ്ടായ കുഞ്ഞു വാവ മഹാലക്ഷ്മി. അന്നെടുത്ത് മടിയിലിരുത്തി അമർത്തി ഉമ്മ വയ്ക്കാൻ തോന്നിയത് ഓർമ്മ വന്നു, ചിരി വന്നു. ഇപ്പോൾ ആ സാധനത്തെ നിലത്തു വാരി അടിക്കാൻ തോന്നും. ഇപ്പോഴത്തെ അവൾ അനാഥയാണെന്ന്. പശുത്തൊഴുത്തിൻ്റെ അടുത്തേക്ക് ലൂണ ഓടിച്ചു നിർത്തി. കെട്ടിവെച്ചിരിക്കുന്ന പോതയെടുത്ത് പുൽക്കൂടിനടുത്തേക്കായി ഇട്ടു. അതിൽ നിന്ന് ഓരോ വാരെടുത്ത് പുൽക്കൂട്ടിലേക്ക് ഇട്ടുകൊടുത്തു. പൈപ്പിൽ ചുവട്ടി കൈയും കാലും കഴുകി തിരിയുമ്പോൾ പതിവ് പോലെ ആവി പറക്കുന്ന കട്ടൻ ചായയും പിടിച്ച് ജയിച്ച് നിൽപ്പുണ്ട്. നീ എന്താ താമസിച്ചത്? ഐഷു അവളുടെ ഭാഷയിൽ സച്ചിയോട് ചോദിച്ചു. അത് ജിനീഷ് വന്നായിരുന്നു. അവനോട് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ മഹായുടെ കാര്യം ചേച്ചിയോട് പറയാൻ തോന്നിയില്ല. ഇപ്പോൾ പറഞ്ഞാൽ ഉറപ്പായും തന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ. എനിക്ക് കഴിക്കാനുള്ള എടുത്തു വെച്ചു. വർക്ക്ഷോപ്പിൽ നേരത്തെ പോകണം. അഴയിൽ കിടക്കുന്ന തോർത്തും എടുത്ത് കുളിമുറിയിലേക്ക് കയറിയിരുന്നു. ഐഷു അകത്തേക്ക് കയറി സച്ചിക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു. തോളിൽ തട്ട് കിട്ടിയതും ഐഷു മുഖം ചരിച്ചു. കയ്യിലിരിക്കുന്ന ഇലത്തുമ്പിൽ നിന്ന് ചന്ദനമെടുത്ത് ചേച്ചിയുടെ നെറ്റി തൊട്ടുകൊടുത്തു ലച്ചു. നീ വേഗം പോന്നു,
അപ്പോൾ കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചി ഞാനൊരു വാർത്ത അറിഞ്ഞു. അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ 4 പേര് സ്പെഷ്യൽ ഫലൂഡ കഴിച്ചു. ലച്ചു ചേച്ചിക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നില്ലപ്പോൾ സ്ലാബിലേക്ക് കയറിയിരുന്നു. സച്ചിക്ക് കഴിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വായിലേക്കിട്ടു. അവിടെ കയ്യിൽ അടി കൊടുത്തു ഐശ്വര്യ. എന്ത് സന്തോഷം! അവളില്ലേ ആ പൊങ്ങച്ചക്കാരി, അഹങ്കാരി മഹാലക്ഷ്മി, അവൾ വിജയേട്ടൻ്റെയൊക്കെ മോളല്ല എന്ന്, പിന്നെ അനാഥയാണെന്ന്, അതും മൈസൂരിൽ നിന്ന് മറ്റേ കാശ് കൊടുത്ത് മേടിച്ചതാണെന്ന് ലച്ചു സന്തോഷ ചിരിയോടെ പറയുമ്പോൾ കേട്ട വാർത്തയുടെ ഞെട്ടലിലായിരുന്നു ഐഷു. സത്യമാണോ? പിന്നെ ഇപ്പോൾ തന്നെ നാട് മുഴുവൻ പാട്ടായി. എനിക്ക് സന്തോഷമായി. ആ അഹങ്കാരിയുടെ കൊമ്പ് നടുവേ ഒടിഞ്ഞു. സച്ചിയേട്ടൻ അറിയുമ്പോൾ സന്തോഷമാകും. വാ പൊത്തി ചിരിച്ചുകൊണ്ട് പറയുന്നവരുടെ ചെവി പിടിച്ചൊന്ന് തിരിച്ചു ഐഷു. പാവം കുട്ടി എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. ഇതിനെല്ലാം കാരണം സച്ചി കൂടിയാണ്. തൻ്റെ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് മുഖം ഉയർത്തിയത് കുളി കഴിഞ്ഞ് വരുന്നവൻ്റെ മുഖത്തേക്കായിരുന്നു. തുടരും. എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ തൊണ്ടയ്ക്ക് നല്ല പ്രശ്നമുണ്ടേ, അതാണ് ഒച്ചയ്ക്കൊരു ബുദ്ധിമുട്ട്.